അറബി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു താത്തയുണ്ട് കേട്ടോ. നല്ല പ്രായമുള്ള താത്തയാണ്. അപ്പോൾ താത്ത ഇവിടെ വീട്ടിൽ വന്നു പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ഓൾ സ്പൈസസും ചിക്കൻ ക്യൂബ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അറബി മസാല, പിന്നെ ഡ്രൈ ലെമൺ, സാധാരണ ലെമൺ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ പത വരുമ്പോൾ പത എല്ലാം എടുത്ത് മാറ്റണം. പിന്നെ അതിലിട്ടുള്ള എല്ലാ സ്പൈസസും എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ ചിക്കൻ നന്നായിട്ട് വാർത്ത് വെക്കണം. പിന്നെ ഇതാ ചിക്കൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ വെക്കണം, നമുക്ക് റൈസ് വെക്കാനുള്ളതാണ്. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ബട്ടറും നെയ്യും ഒഴിച്ചിട്ട് ഈ കുറച്ച് സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു സ്പൈസസ് ഉണ്ടല്ലോ അത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിലാണ് റൈസ് വേവിക്കാൻ പോകുന്നത്. നേരത്തെ വേവിച്ച ചിക്കനിലേക്ക് അറബിക് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം ഒറ്റ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ സെയിം പാനിലോട്ട് കുറച്ച് സവോള നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അറബിക് മസാല ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് മിക്സ് ആക്കുക. ഇതാണ് നമ്മുടെ മസാല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ മല്ലിയിലും പുതിനയും ഒക്കെ അതിലിടണം കേട്ടോ. ഇനി ആ നാരങ്ങ ഉണ്ടല്ലോ ഡ്രൈഡ് ലെമൻ്റെ ഉള്ളത് ഈ ബ്ലാക്ക് മാത്രം